ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എക്സാം 2025 കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട BTech ലെവൽ എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷനിൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ പോസ്റ്റിൽ 38,000 പേര് മാത്രമായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ സമയത്ത് തന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 38,000 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പൊടുന്നതിന് തന്നെ സിലബസ് വന്ന സമയത്ത് ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് സിലബസിൽ വന്നത്. അപ്പോൾ അതിനുശേഷം സിലബസ് വന്നതിന് ശേഷം വീണ്ടും ആളുകൾ ഈ എക്സാമിൽ നിന്ന് പിന്നോട്ട് പോയി. ഓൾറെഡി നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചസും വരുന്ന ഒരു എക്സാമിനേഷന് സാധാരണഗതിയിൽ 50,000-നൊക്കെ മുകളിൽ വരുന്നത് 38,000-ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ 38,000-ൽ നിന്ന് കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ നമ്പറിലേക്ക് വരുന്ന സമയത്ത് അത് 24,108 എന്ന് പറയുന്ന നമ്പറിലേക്കാണ്. എന്ന് വെച്ചാൽ 14,000 ആളുകൾ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, കൺഫർമേഷൻ കൊടുക്കാതെ ഈ എക്സാമിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. ഒരു കോമ്പറ്റീഷൻ പോലും നടത്താതെ അവർ പിന്നോട്ട് പോയി എന്നുള്ളത് പല കാരണങ്ങളുണ്ടായിരിക്കാം. സിലബസ് മാറിയതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് കുറവായിരിക്കാം. അതെല്ലാം പോട്ടെ, 24,000 ഇപ്പോൾ നിലവിലുള്ള കൗണ്ട് എന്ന് പറയുന്നത്. ഈ 24,000 എന്ന് പറയുന്നതിൽ സിൻസിയർ ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് ഒരു 5,000-ന് താഴെ, ഒരു പക്ഷേ ഈ 4,000-ലധികം ആളുകളായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം ഈ എക്സാം PSC എക്സാംസിന് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യാറില്ല, അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് പഠിക്കാറില്ല. നിങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ പല എക്സാംസുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ അതിനുവേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സിലബസ് മനസ്സിലാക്കി ഫുള്ളായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. എന്നാൽ അവിടെയാണ് ഈ IO എക്സാമിൻ്റെ ഒരു പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടത്. പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ നിലവിൽ ഓൾറെഡി എത്രയോ കാലങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ആ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ്, ഡെഫിനറ്റ്ലി അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. PSC എക്സാംസുകൾക്ക് വേണ്ടി തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെയാണ് തുടർച്ചയായി റാങ്ക് ലിസ്റ്റുകളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് കരസ്ഥമാക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് 100% ചേഞ്ച് ആയതുകൊണ്ട് ഈ പുതിയ സിലബസിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ കൺഫർമേഷൻ കൊടുത്ത ആളുകളിൽ, പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ അതൊരു വലിയ നമ്പറിലേക്കൊന്നും വരാൻ സാധ്യതയില്ല. സോ സിലബസ് മാറ്റം അതുപോലുള്ള ചലഞ്ചസ് വന്നപ്പോൾ പിന്നോട്ട് പോയി 14,000 ആളുകൾ പിന്നോട്ട് പോയി. ഇനി ഇത് പഠിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് പിന്നോട്ട് പോകുന്ന ഒരു പക്ഷേ ഒരു 10,000-20,000 ആളുകൾ ഉണ്ടാവും. നിങ്ങൾ അതിലും വരാൻ പാടില്ല. നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇനി നമ്മുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല, ഒരു 10-50 ദിവസം കൊണ്ടൊക്കെ ഈ സബ്ജക്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളെ കൊണ്ട് കഴിയും. 50 ദിവസം കൊണ്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ പൂർണ്ണമായിട്ടും പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ച് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് റിവിഷൻ ക്ലാസ്സുകൾക്കായിട്ട് കൊണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ എൻട്രി ഡേ 50 ഡേയ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 50 ദിവസം കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000 എന്ന് പറയുന്ന നമ്പർ വളരെ കുറഞ്ഞൊരു നമ്പറായിരുന്നു. ഒരു എല്ലാ ബ്രാഞ്ചസുകാരും വരുന്ന 60,000-ൽ എത്തേണ്ട ഒരു സാധനം ഒരു 10,000-20,000 ആളുകൾ അപ്ലൈ ചെയ്യാത്തത് കൊണ്ടാണ് 38,000-ലേക്ക് പോയത്. ആ 38,000-ൽ നിന്ന് 14,000 ആളുകൾ വീണ്ടും പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അവർ തയ്യാറായില്ല, മടങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ 24,000-ലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഈ 24,000-ൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് പഠിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതിൽ നിങ്ങൾ ഉൾപ്പെടുക. നല്ല ഒരു അവസരമാണ്, ഏറ്റവും മികച്ച അവസരമാണ് 2025-ൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.